സ്വയം പറയുന്ന കാര്യങ്ങൾ കളവാണെങ്കിലും കേൾക്കുന്ന ആളുകൾ അത് വിശ്വസിക്കത്തക്ക രൂപത്തിലുള്ള നേരിൻ്റെ ഒരംശമെങ്കിലും ചേർത്ത് പറയണ്ട. നടന്നു പോകുമ്പോൾ ഇവര് ഒരു വണ്ടിയിൽ പോകായിരുന്നു. നിങ്ങൾ BJP കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. ഞങ്ങള് ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, കന്യാകുമാരിയിൽ പോവാണ്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നത്. അപ്പൊ എന്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അവർ വന്ന് ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. അവർ പോയി. ഭൗതിക സുഖജീവിതം വെടിഞ്ഞ് പൂർണ്ണമായും ദൈവപ്രീതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന ഒട്ടനവധി സന്യാസിമാരും സൂഫിമാരും ബിഷപ്പുമാരും വാഴുന്ന മണ്ണാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. അത്തരം ജീവിതം നയിക്കുന്ന ആളുകൾ ഏത് മതവിഭാഗത്തിന്റെ വാക്താക്കളാണെങ്കിലും ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് അവരെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നതും അവരുടെ വാക്കുകൾ ശ്രവിക്കുന്നതും. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾക്ക് ദൈവവചനങ്ങളെ പോലെയുള്ള വില ജനങ്ങൾക്ക് നൽകുന്നത്. ഇത് അതല്ല. തീർത്ഥാടന യാത്രക്ക് പോകുന്ന വഴിമധ്യേ വഴിയിൽ കാണുന്ന ആളുകളടുത്ത് ചെന്ന് BJP-കാരനാണോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് എണ്ണക്കാശ് ചോദിക്കുക, അനുവാദമില്ലാതെ കൂടെ ചെന്ന് ജയിക്കാനുള്ള പ്രാർത്ഥനയും ആശീർവാദവും നടത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പൊതുജനം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും എന്നാണ് വണ്ണം കരുതിയത്. വോട്ടുകൾ അന്വേഷിച്ച് ഏത് പാർട്ടിയുടെ നേതാക്കൾക്കും അണികൾക്കും ഏതൊരുത്തിന്റെ വീട്ടിലേക്കും കയറി വരാം. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും നമ്മുടെ സാംസ്കാരികതയിലുള്ള വേഷവിധാനങ്ങളും ധരിച്ചായിരിക്കണം എന്ന് മാത്രം. ഒന്നും ഉണ്ടായതുകൊണ്ടല്ല. ചെറിയ കുട്ടികളും പ്രായമായവരും പ്രായപൂർത്തിയായവരെല്ലാം വീട്ടിലുണ്ടാവും. അതുകൊണ്ടാണ്.